ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് ഒരു BT ഡീസലിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് BT ഡീസലിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നമ്മൾ ഈ വീഡിയോ വഴി ദൂരീകരിച്ച് തരുന്നതായിരിക്കും. ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിലെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഈ പവറിൻ്റെയൊക്കെ എക്സ്ട്രാ ചെയ്തതാണ്. ഇത് PS ആണ്, ബേസ് വേരിയൻ്റ് ആണ് നമ്മുടെ കയ്യിലുള്ള ഈ വണ്ടി. പിന്നെ ഇലക്ട്രിക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. നല്ല സ്പേസ് ഉണ്ട്, നല്ല ലെഗ് സ്പേസ് പുറകിലായാലും ഫ്രണ്ടിലായാലും പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയാണ്. ഈ വേഗനറിനേക്കാളും ഏകദേശം സ്വിഫ്റ്റിൻ്റെ അത്ര ഉണ്ട്. വണ്ടി കാണാൻ ചെറുതാണെങ്കിലും. ഇതാണ് സൈഡ് വ്യൂ. അതേപോലെ തോന്നിക്കുന്ന വീൽ ഡിസ്ക്കാണ് കൊടുത്തേക്കുന്നത്. ബാക്കിൽ ലുക്കായാലും പക്കയാണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, BT ഡീസൽ ഇപ്പോൾ ഈ കൊറോണയുടെ സാഹചര്യത്തിൽ ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുക്കുകയാണെങ്കിൽ വല്ല പ്രശ്നമുണ്ടെന്നാണ് നമ്മളെ മെക്കാനിക് ആൻസർ പറയുന്നതാണ്. ഡീസലിനെ പറ്റി പറയുമ്പോൾ ഇന്ത്യ ഒട്ടാകെ എന്ന് പറയാൻ പറ്റത്തില്ല, ലോകം മൊത്തത്തിൽ അത് വെയിറ്റ് ചെയ്തിരുന്നൊരു വാഹനമാണ് ഷെവർലെ ഇറക്കിയത്. അത് ഫസ്റ്റ് ദേവു എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ആ മോഡലിനെ പരിഷ്കരിച്ചത്. എന്നാൽ അത് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അത് ഷെവർലെയാണ് അത് പുറത്തിറക്കിയത്. ഷെവർലെ 2010 തന്നെ BT പെട്രോൾ എന്ന് പറഞ്ഞൊരു മോഡലുമായാണ് വന്നത്. 2010 മോഡൽ ഇറങ്ങിയപ്പോൾ തന്നെ ആ സമയത്ത് തരംഗമായിരുന്നു ഷെവർലെ BT എന്ന്. അത് 11 അത് ഡീസലും കൂടെ ഇറക്കി. അപ്പോൾ സാധാരണക്കാരന് ഇവിടെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് BT ഇറക്കിയത്. എന്നാൽ BT ഡീസൽ ഒരുപാട് കംപ്ലൈൻറ്റ് കാര്യങ്ങളെല്ലാം പിന്നീട് അത് വരികയുണ്ടായി. അത് മെയിനായിട്ട് കാര്യം, കസ്റ്റമർ ഒരു കാരണവശാലും ഇതിൻ്റെ സർവീസിനെ പറ്റി ശ്രദ്ധിക്കത്തില്ല. അതാണ് മെയിനായിട്ട് കസ്റ്റമറിന് പറ്റുന്നത്. വാറൻറ്റി സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ഉടൻ തന്നെ തോന്നിയ രീതിയിൽ ലോക്കൽ വർക്ക്ഷോപ്പിൽ കയറ്റി അവരുടെ ഇഷ്ടത്തിനാണ് അവർ വണ്ടി പണിയുന്നത്. ഒരു മെക്കാനിക്കിൻ്റെ അടിസ്ഥാനത്തിൽ പണിയാൻ ഒരു കസ്റ്റമർ സമ്മതിക്കില്ല. കാര്യം ഇത് എക്സ്പെൻസാണ്, അങ്ങനെയാണ് മറ്റതാണെന്ന് പറഞ്ഞ്. എന്നാൽ അതങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ നിസ്സാരം പോലെ നമ്മുടെ ഒരു മാരുതി വണ്ടി കൊണ്ട് നടക്കും പോലെ കൊണ്ട് നടക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഈ വണ്ടി എടുക്കുന്നത് കൊണ്ടൊന്നും ആർക്കും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഞങ്ങളുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, BT ഡീസലിൻ്റെയും സ്വിഫ്റ്റ് ഡീസലിൻ്റെ എഞ്ചിനെ പറ്റി ഉള്ള ഒരു അഭിപ്രായമാണ് ചോദിക്കുന്നത്. BT ഡീസൽ എഞ്ചിനും സ്വിഫ്റ്റ് ഡീസൽ എഞ്ചിനും ഒരു ട്രെയിനിൽ വരുന്ന എഞ്ചിനാണ്.
അതായത് ഒരു പവർ ട്രെയിനിൽ ഉണ്ടാക്കിയ എഞ്ചിനാണ്. സിലിണ്ടർ വ്യത്യാസമില്ലേ? സിലിണ്ടറുകളിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. സ്വിഫ്റ്റ് ഡീസൽ മുതൽ മൾട്ടി ജെറ്റ് എഞ്ചിൻ സീരീസ്, അതായത് അല്ലെങ്കിൽ ക്വാഡ്രാ ജെറ്റ് സീരീസ്. ക്വാഡ്രാ ജെറ്റ് എന്ന് പറയുന്നത് ടാറ്റ ഇറക്കിയത് കൊണ്ട് ക്വാഡ്രാ ജെറ്റും, ഫിയറ്റ് ഇറക്കിയത് കൊണ്ട് മൾട്ടി ജെറ്റും, ഷെവർലെ ഇറക്കിയതുകൊണ്ട് TCDI എന്നാണ്, ടർബോ ചാർജ്ഡ് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ സ്മാർട്ട് ടെക് എഞ്ചിൻ ടെക്നോളജി എന്ന വേരിയൻ്റാണ്. സ്മാർട്ട് ടെക് എന്ന് പറഞ്ഞാൽ ഷെവർലയുടെ പ്ലാറ്റ്ഫോമിലെ ഒരു ടൈപ്പ് എഞ്ചിനാണ്. അത് നമ്മുടെ ഷെവർലയുടെ പല പഴയ മോഡൽ വാഹനങ്ങളിലും പുതിയ മോഡൽ വാഹനം എസ്-ടെക് എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ബ്യൂട്ടി കവറിൽ എഴുതിയിരിക്കും. എന്നാൽ എഞ്ചിനെ പറ്റി കമ്പാരിസൺ ചെയ്യുമ്പോൾ ഷെവർലെ ഈ എഞ്ചിനെ തികച്ചും പരിഷ്കരിച്ച് ഇറക്കിയ ഒരു എഞ്ചിനാണ്. കാര്യം അതിൻ്റെ പിസ്റ്റൺ അലോയിൽ അലുമിനിയം, ഗ്രാഫൈറ്റ് എന്നീ മുതൽ മെറ്റൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവരുടെ ടെക്നോളജി നന്നായിരുന്നു. മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയിൽ ബാക്കി ഔട്ടർ സൈഡിലുള്ള മെറ്റീരിയലുകളെല്ലാം നന്നായിരുന്നു. പക്ഷേ അവർക്ക് പറ്റിയിട്ടുള്ളത് അതിൻ്റെ ടർബോയാണ് അവർക്ക് ഏറ്റവും വലിയ വിഷയമായത്. കാര്യം അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പണക്കാർക്കെന്നോ പാവപ്പെട്ടൊന്നല്ല, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കാലം അനുഭവിച്ച എക്സ്പീരിയൻസ് വെച്ച്, ഈ വണ്ടികൾ പണിതിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച്, അവർ മിഡിൽ ക്ലാസ് വാഹനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു മോഡൽ ഇറക്കിയത്, ബീറ്റ് ഡീസൽ എന്നത്. കാര്യം ഇന്ത്യക്കാർക്ക് ഏറ്റവും സുലഭമായി ആ ഒരു ടൈമിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വേരിയേഷൻ നോക്കുമ്പോൾ ഡീസൽ വളരെ വില കുറവായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഏകദേശം 25 മൈലേജ് എന്ന് പറയുന്നത് ഏറ്റവും ഇന്ധനക്ഷമതയുള്ളൊരു വാഹനമാണ് ബീറ്റ് ഡീസൽ. അതുകൊണ്ട് അന്ന് ഒരു സാധാരണക്കാർ പെട്രോൾ വണ്ടി എടുക്കുന്നതിനേക്കാളും ഒരു ലോങ് ഡ്രൈവ് കാര്യങ്ങൾ നല്ല ഓടിക്കാൻ സുഖവും ഇലക്ട്രോണിക് പവർ ഷെയറിങ് കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ബീറ്റ് ഡീസലാണ് ഏറ്റവും ബെറ്റർ ആയിരുന്നത്. സ്വിഫ്റ്റ് ഡീസലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതും ഇലക്ട്രോണിക് പവർ ഷെയറിങ്ങും 4 സിലിണ്ടർ എഞ്ചിനാണ്, ഈഡിറ്റ ടർബോയും ഈഡിറ്റ എഞ്ചിനുമാണ് അതിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ അതിന് കംപ്ലൈൻറ്റുകൾ കൂടുതലെന്ന് പറയുന്നത് 1 lakh കിലോമീറ്റർ ആകുമ്പോൾ അതിൻ്റെ ടൈം ഇഞ്ചൻ മസ്റ്റായിട്ട് മാറണം. വന്നില്ല എന്നുണ്ടെങ്കിൽ ടൈം ഇഞ്ചൻ പൊട്ടി വീഴും, ഹെഡ് കംപ്ലൈൻറ്റും, ക്യാം ഒടിയും, അങ്ങനെ പിന്നെ ഒന്നും പറയണ്ട, അങ്ങോട്ട് അല്ലറ ചില്ലറ എന്നുള്ള നന്നായിട്ടുള്ള എക്സ്പെൻസ് അതിന് വരും. അത് സ്വിഫ്റ്റ് എന്ന് മാത്രമല്ല, മൾട്ടി ജെറ്റ് സീരീസ്, ക്വാഡ്രാ ജെറ്റ് സീരീസ്, ഈ എഞ്ചിനെല്ലാം കംപ്ലൈൻറ്റ് വരും. പിന്നീട് അതിൻ്റെ ഒരു ഓയിൽ കൂളർ മെയിനായിട്ടുള്ളൊരു കംപ്ലൈൻറ്റാണ്. അത് പല ക്വാഡ്രാ ജെറ്റും മൾട്ടി ജെറ്റ് എഞ്ചിൻ യൂസ് ചെയ്യുന്ന പലർക്കും അതൊരു അനുഭവമാണ്. മൾട്ടി ജെറ്റ് എഞ്ചിനിലും ക്വാഡ്രാ ജെറ്റ് എഞ്ചിനിലും അനുഭവിക്കുന്ന ഓയിൽ കൂളർ കംപ്ലൈൻറ്റ്. രണ്ടാമത് വരുന്ന കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു EGR സിസ്റ്റം. അത് EGR സിസ്റ്റത്തിൽ സ്വിഫ്റ്റിനെയും ബീറ്റിനെയും സംബന്ധിച്ച് വ്യത്യാസമാണ് EGRൻ്റെ അസംബ്ലിയിൽ. കാര്യം അത് ഫിയറ്റുകാർ തന്നെ പരിഷ്കരിച്ച ഒരു EGR സിസ്റ്റമാണ് അവരുടേതിരിക്കുന്നത്. ഷെവർലേതായ ഇലക്ട്രോണിക് കൺട്രോൾ വാൽവ് വെച്ച് ഉപയോഗിച്ച ഒരു EGR സിസ്റ്റമാണ്. ഷെവർലയുടെ EGR സിസ്റ്റം എന്ന് പറഞ്ഞാൽ എളുപ്പം അടഞ്ഞു പോകുന്ന കാര്യങ്ങളോ ഒന്നുമല്ല. മറ്റതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30,000 കിലോമീറ്ററിനകത്ത് വെച്ച് അത് ക്ലീൻ ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ എൻജിൻ നല്ലവണ്ണം വലിവ് കുറയും, നല്ല ബ്ലാക്ക് സ്മോക്ക് വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു മോഡൽ സീരീസിനുണ്ട്. പിന്നെ എൻജിൻ ലൈഫ് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ, എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും കാലം എക്സ്പീരിയൻസ് വെച്ച് പറയാം, സ്വിഫ്റ്റാണ് ഏറ്റവും ബെറ്റർ ബീറ്റിനെ സംബന്ധിച്ച്. ബീറ്റ് ഇത്ര ലൈഫ് കുറവാണ്. സൂക്ഷിച്ച് സിംഗിൾ യൂസ് വണ്ടിക്കാണെങ്കിൽ പോലും ബോഡി ക്വാളിറ്റി വരുന്നത് ബീറ്റിനല്ലേ? ബീറ്റാണ് നല്ലത്. എന്ത് ബീറ്റെന്നല്ല, ഷെവർലയുടെ വണ്ടി എൻജോയ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മോഡലും വെച്ച് നോക്കുമ്പോൾ ഷെവർലെ അങ്ങനെയുള്ള കുറേ ഗുണപരമായ കാര്യങ്ങൾ ഷെവർലെ സംബന്ധിച്ചുണ്ട്. സേഫ്റ്റി പക്കയാണ് വണ്ടി. പക്ക എന്ന് വെച്ചാൽ പക്ക വണ്ടിയാണ്, നല്ല ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ക്രൂസൊക്കെ ഒന്നും പറയേണ്ട, അന്യായ വണ്ടിയാണ്. പക്ഷേ എക്സ്പെൻസ് ഒന്ന് നോക്കുമ്പോൾ ക്രൂസൊക്കെ നമ്മളെ കൊണ്ടൊന്നും താങ്ങത്തില്ല, സാധാരണക്കാർക്ക് പറ്റിയ വണ്ടിയേ അല്ല. അത് ഉപയോഗിക്കുന്നവർക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഷെവർലെ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പല ഷെവർലയുടെ കസ്റ്റമേഴ്സും ഈ വിഷമപ്പെടേണ്ട കാര്യം ഇല്ലായിരുന്നു. കാര്യമെന്ന് പറഞ്ഞാൽ ഈ സ്പെയറിൻ്റെ അവൈലബിലിറ്റിയും പിന്നെ ഈ റീസെയിൽ വാല്യൂ കാര്യങ്ങളെല്ലാം അതൊരു പാട് തന്നെയാണ് എങ്ങനെ നോക്കിയാലും. അങ്ങനെയാണ് ഈ എൻജിൻ്റെ കാര്യങ്ങൾ വരുന്നത്, വേറെ ഒന്നും അല്ല. ബീറ്റ് സംബന്ധിച്ചൊരു സാധാരണക്കാരന് പറ്റിയതാണെങ്കിലും എൻജിൻ ലൈഫ് കുറവാണ് ബീറ്റ്. മാക്സിമം പോയാൽ സിംഗിൾ യൂസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 2 ലക്ഷം കിലോമീറ്ററിനകത്ത് പോയാൽ പോയി, ഇല്ലെങ്കിൽ ഒന്നിനകത്ത് വെച്ച് തന്നെ എൻജിൻ വീഴും. നോക്കി ഓടിക്കും പോലെ ഇരിക്കും. ഇല്ല, ബീറ്റ് ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് അവർക്ക് ഇത് തന്നെ മതി, അവർക്ക് മൈലേജ് ആണ് മുഖ്യം, കാര്യങ്ങളെല്ലാം ആണെങ്കിൽ ബീറ്റ് നല്ലൊരു വാഹനമാണ്, ഞാൻ സജസ്റ്റ് ചെയ്യാം. ഞങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ബീറ്റാണ്. ഞങ്ങൾക്കൊന്ന് സ്വിഫ്റ്റ് എടുക്കാനായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളോ ആയിട്ടില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ബീറ്റ് പോലെയുള്ള മോഡലുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്.